ഹലോ ഗേസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ ഒരു വലിയൊരു വെടിക്കെട്ട് സംഭവം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ക്യൂ ഇങ്ങനെ കാണുന്നുണ്ടാവും. ഈ ക്യൂ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും തലശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിൽ OP ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിന്ന പോലെ ഉണ്ട് അല്ലേ? പക്ഷേ ഇതൊന്നുമല്ല മോനെ, ഇതൊരു ഒന്നര സംഭവം. ഇത് കർണാടകയിലുള്ള ഒസ്കോട്ട എന്നുള്ള സ്ഥലത്ത് മണി ദം ബിരിയാണി എന്നുള്ള ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആയത്. ക്യൂ കണ്ട നിങ്ങൾ അങ്ങ് ബോർഡ് കണ്ട ഏറ്റവും ബേക്കിൽ അതാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ പുലർച്ചക്ക് 4 മണി മുതൽ 9 മണി വരെയായി ഈ ബിരിയാണി ഉണ്ടാവും. ഒരു 4 മണിക്ക് തുടങ്ങും സ്റ്റാർട്ട്. 4 മണി മുതൽ 9 മണി വരെ ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് കാലിയായിരിക്കും. അത് പുലർച്ചക്ക് 2 മണിക്ക് ആൾക്കാർ വന്നിട്ട് ക്യൂ നിൽക്കാൻ തുടങ്ങും. എന്നിട്ട് ഇങ്ങനെ ക്യൂ നിന്നിട്ട് കുറേ ടോക്കനെല്ലാം എടുത്തതിന് ശേഷം പിന്നെ ടോക്കൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ടോക്കൻ എടുത്തിട്ട് ബിരിയാണിക്ക് പിന്നെയും ക്യൂ, ടോക്കന് വേറെ ക്യൂ, അങ്ങനെ ഭയങ്കര സംഭവം. അപ്പോൾ കബാബിനെല്ലാം വേറെ തന്നെ ക്യൂ, ഇങ്ങനെയുള്ള അടസ്ഥിതി. അപ്പോൾ ഇവരെ ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സാധാരണ ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചോറ് വേറെ മസാല വേറെയല്ലേ, ഇത് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒരു ഒന്നൊന്നര സംഭവം. ഞാൻ ഇവിടെ ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു. നോക്കിക്കോളെ, ഇതാണ് ഇവിടുത്തെ ടോക്കൻ കണ്ട, ഒന്നൊന്നര ടോക്കൻ. അങ്ങനെ ഞാൻ ടോക്കനിലെടുത്തിട്ട് ക്യൂ നിന്നിട്ട് അവസാനം ഞാൻ മുമ്പിലെത്തി. എനിക്കിപ്പം കിട്ടേനായി കേട്ടാ. ഇതാ ഇങ്ങനെ അടുത്തെത്തിയിട്ടുണ്ടേ. ഞാനിങ്ങനെ കൊതിയോടെ ഇങ്ങനെ നിൽക്കുന്ന കേട്ടാ, ഇങ്ങനെ നോക്കുന്നുണ്ടേ. ഇതാ എനിക്കിപ്പം കിട്ടും, അടുത്ത എനക്കാന്നേ. ഇതാ എനിക്ക് കിട്ടി, എൻ്റെ മോനെ എനിക്ക് കിട്ടി. നാട്ടിലുള്ള ബിരിയാണി പോലെയല്ല ഇവിടുത്തെ ഈ ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മട്ടൻ്റെ നമ്മൾ ഈ പെരട്ടിയായി മസാല നല്ലോണം ചോറിൽ, അതായത് റൈസിൽ നല്ലോണം ഇറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഇറങ്ങിയിട്ട് കഴിഞ്ഞാൽ മട്ടൻ്റെ മസാല മൊത്തം ചോറിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ചോറും ഇത് കുഴച്ചിട്ട് ഈ മട്ടൻ്റെ ഒരു കഷ്ണം പീസ് കൊടുത്തിട്ട് കഴിക്കുമ്പോൾ ഒരു സുഖമില്ല. എൻ്റെ അപ്പോൾ ഞാൻ ചുറ്റുള്ളതൊന്നും കാണില്ല, ഗംഭീരം, ഒന്നും പറയണ്ട, രക്ഷയില്ല.